Hey Siri, call my ex. ഹലോ അബി. അനീഷേ, എന്താടാ? എടി 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 എടി, നീ എന്താടി വിചാരിച്ചത്? അല്ലല്ലോ, നീ എന്താടി പറഞ്ഞത്? എന്ത് പറഞ്ഞു? നീ പറഞ്ഞില്ലേടി എനിക്ക് വേറെ പെണ്ണ് കിട്ടില്ലെന്ന്? ചെലപ്പോ പറഞ്ഞു കാണും. എടി മറ്റാളെ, ആ ലൈബ്രറി മുമ്പിൽ വെച്ച് നീ എന്താടി ലാസ്റ്റ് അവസാനമായിട്ട് പറഞ്ഞത്? നീ മറന്നാലും ഞാൻ മറന്നിട്ടില്ലടി, ഒന്നും ഞാൻ മറന്നിട്ടില്ലടി. അത്ര ഓർമ്മയാണെങ്കിൽ ഇയാളെ കണ്ട് പറ. എനിക്ക് നിന്നേക്കാളും നല്ലൊരു പെണ്ണിനെ കിട്ടൂടി. ചിലപ്പോ ഞാൻ ആ ഫ്ലോയിൽ പറഞ്ഞിട്ടുണ്ടാവും. പറഞ്ഞു. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താണ് അനീഷേ, എനിക്ക് ഉറങ്ങണം. എടി 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 എടി, നീ പണ്ട് എൻ്റെ ഒരുപാട് ഉറക്കം കളഞ്ഞിട്ടുള്ള മൂദേവി അല്ലടി. എനിക്ക് പറയാനുള്ള കേട്ട് നിന്നെ പണ്ടാറടങ്ങിയാ മതി. എന്ത് പണ്ടാരെങ്കിലും പറഞ്ഞു തോലക്ക്? നീ എന്നെ പറഞ്ഞിട്ടുണ്ടോ? Tell me the truth. ഉണ്ട് പറഞ്ഞിട്ടുണ്ട്. എന്തുവാ കാര്യം? എന്തപ്പോ? ഒരു സെക്കൻഡ്. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? നല്ലൊരു പെണ്ണിനെ കിട്ടൂന്ന് പറഞ്ഞ അപ്പൊ നീ നല്ലതല്ലേ? എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക, നീ നല്ലതല്ലേ? നീ വെടിയാണോടി വെടി? അനീഷേ, നിർത്തിക്കോ. ഇമാതിരി നിനക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. നീ അതും പറയും, അതിനപ്പുറവും പറയും. അതെന്തേലാവട്ടെ, നീ എന്താവുന്നതോ നിന്റെ തന്ത ശ്രീവത്സൻ തമ്പി റോക്കറ്റ് വിട്ടോന്ന് എന്റെ വിഷയല്ലടി. എനിക്കും കിട്ടിയിടി പ്രേമിക്കാൻ ഒരു പെണ്ണിനെ. അവളുണ്ടല്ലോ, നിന്നെ പോലും ഒന്നും അല്ലടി, മൂക്രാഞ്ചി മോറി മലരെ. എന്താ അവക്ക് കൊമ്പുണ്ടോ? കൊമ്പുള്ളത് നിനക്കല്ലേ? നീയല്ലടി ചെകുത്താൻ. നീയല്ലടി ചെകുത്താൻ, എന്നെ മുടിക്കാൻ വന്ന ചെകുത്താൻ. ഇത് പെണ്ണ്, അസല് നല്ല നല്ല പെണ്ണ്. എന്തോളെ പേര്? പേര് സൂരജ്. അല്ല, സൂര്യ. ഏത് സൂര്യ? നിനക്ക് ഏതൊക്കെ സൂര്യൻ അറിയാം? നീ മൊഴി ഞാൻ കേക്കട്ടെ. എനിക്കറിയോ, ഞാൻ നോക്കട്ടെ. ഇത് നീ അറിയാത്തൊരു സൂര്യ, ആ സൂര്യ. എന്നാ ഫോട്ടോ ഒന്ന് അയച്ചേ. ഫോട്ടോ ഒന്നുമില്ല. എന്താ ഫോട്ടോ ഇല്ലാതെ? അപ്പൊ ഇല്ല, അത് തന്നെ. പിന്നെ പറയും ഫോട്ടോ വയ്ക്കുന്നുണ്ട്. നീ എനിക്ക് ഫോട്ടോ വെച്ചോണ്ട് ഇല്ല. എത്ര ചോദിച്ചിട്ടുണ്ട്? പരനാറി ചെറ്റേ, കൊളപ്പുള്ളി അപ്പനൊക്കെ വലിയ ചെറ്റേ. നാണോ മാനോ ഉളുപ്പ് ലേശം കുറച്ചെങ്കിലും EMI-ക്കെങ്കിലും വാങ്ങിച്ച് വിരിങ്ങ്. അവൻ കുറെ ഉണ്ടാക്കാൻ വന്നേക്കോ. എടി, നീ പറയുമ്പോ എവിടെയൊക്കെ ഞാൻ കൊരങ്ങനെ പോലെ മണത്ത് വന്നണ്ടറി. നിനക്ക് ചോക്കവാറ് മാത്രമേ നീ മൂച്ചുള്ളൂ. എന്തോന്ന് എടാ കിളവ, നിനക്കൊക്കെ വയസ്സ് 30. നീയൊക്കെ അങ്കിളായി. കഷണ്ടിയും കേറി, മുടിയും നരച്ച്, പല്ലും പോയി, നടവും പോയി, മുട്ടിന്റെ ലിഗമെന്റും തെറ്റി. ഇങ്ങനെ പ്ലാൻ ചെയ്തെടുക്കാൻ നിന്നെ കൊണ്ടൊക്കെ പറ്റുള്ളൂ. ഏത് നേരത്താണോ നിന്നൊക്കെ സ്നേഹിച്ചത്? ആ UN എങ്ങാനും അറിഞ്ഞാലുണ്ടല്ലോ. അറിയിക്കടി, UN, UDF, LDF, നിന്റെ അമ്മൂമ്മേനെയോ ആരെങ്കിലും അറിയിക്കടി. എന്റെ പോക്കറ്റിലുണ്ട് രാഷ്ട്രീയക്കാരും പാർട്ടി പ്രവർത്തകരൊക്കെ. ഇതിന് മാത്രം മന്ദബുദ്ധിയായിരുന്നല്ലോ ദൈവമേ. ഈ UN എന്താന്ന് പോലും തെണ്ടിക്ക് അറിയില്ലല്ലേ. എടി, നീ അറിയാത്ത പലതും എനിക്കറിയാടി. എനിക്കൊന്നും അറിയണ്ട. നിന്റെ കൂട്ടുകാരി ശില്പയുടെ കൂടെ ഞാൻ എവിടെയൊക്കെ പോകണ്ടെന്ന് നിനക്ക് അറിയൂടി. നീ ഞാനും കൂടി അന്ന് ടൂറ് പോയി കഴിഞ്ഞപ്പോ നീ ചോദിച്ചില്ലേടി ഞാൻ എവിടെയാ പോയതെന്ന്? പറഞ്ഞു തരാടി ഞാൻ.
അവളുടെ പുറത്തൊരു പാട്. അത് കണ്ടിരുന്നോ നീ? ഏത് നേരത്താണാവോ? അതൊക്കെ വിട്. പിന്നെ നീ എന്താ പറഞ്ഞേ? ഞാൻ ആ പോഴും തെറ്റുള്ളൂ. ഏതോ ഒരു പെണ്ണ് ഗർഭിണിയാവും, നീ അതെന്റെ തലയിൽ കെട്ടിവെച്ചു. DNA തെളിഞ്ഞോടി? ഇല്ലല്ലോ, അതെന്റെ കൊച്ചല്ല. സത്യം, പ്രപഞ്ച സത്യം. വേണം മനസ്സിലാക്ക്. അല്ല ഹലോ, ഹലോ, നീ കരയുവാണോ? നീ പോയ അന്നോട്ട് എന്താടാ, നമ്മളെല്ലാം പറഞ്ഞു തീർത്തല്ലേ? പക്ഷെ എനിക്ക് മൂവ് ഓൺ ആവാൻ പറ്റുന്നില്ല. നീ ഇങ്ങനെ പറഞ്ഞാലൊക്കെ എന്ത് ചെയ്യാ? നിനക്കെല്ലാം അറിയുന്നല്ല അനീഷേ. എടി, ഈ സാഹചര്യത്തിൽ ചോദിക്കാൻ പാടുണ്ടോന്ന് എനിക്കറിയാൻ പാടില്ല. ഒന്ന് വീഡിയോ കോൾ വരുമോ? ഞാൻ നിന്നൊന്ന് കണ്ടോട്ടെ പ്ലീസ് പ്ലീസ്. ശരി. ഹലോ. ഒരു മാറ്റവും ഇല്ലല്ലേ? സുഖാണോ നിനക്ക്? ഓ, ഇപ്പോഴെങ്കിലും ചോദിച്ചല്ലോ. ഞാൻ ഹാപ്പിയാണ്. ഐ എം ഓൾ റൈറ്റ്. നീ ഹാപ്പിയാണോ? ഞാനിങ്ങനെ ഇതാണ് ഞാൻ. പിന്നെന്താ, വേറെന്തൊക്കെ വിശേഷങ്ങള്? പറഞ്ഞ നിനക്ക് കണക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയാം. അതായത് നമ്മളെ ഒരു പെണ്ണ് ഇട്ടിട്ട് പോയി എന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ തേച്ചിട്ട് പോയി, എന്ത് ചെയ്തിട്ട് പോയെന്ന് പറഞ്ഞാലും, അവള് നന്നായിട്ട് ജീവിക്കണമെന്ന് തന്നെയായിരിക്കും ഒരു 90% ബോയ്സിൻ്റെ ആഗ്രഹം. ഏത് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ. ഈ ഞാനും ആ കൂട്ടത്തിൽ പെട്ട ഒരാളാണ് ഏറെക്കുറെ. അതുകൊണ്ട് നീയും നന്നായിട്ട് ജീവിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ മയിലേ, നീ നന്നായിട്ടല്ല, വളരെ നന്നായിട്ടാണ് ജീവിക്കുന്നത്. അത് കണ്ടിട്ട് എനിക്ക് പിരിച്ച് കേറില്ല. എനിക്കങ്ങോട്ട് നിന്റെ ഈ പ്രാസം വെച്ചുള്ള ഊമ്പിത്തരല്ലാണ്ട് വേറെ എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ? ഉണ്ട്, എനിക്ക് പറയാനുണ്ട്. എന്നാ പറ. ഒരു ഫോട്ടോ ചോരൂ. എന്റെ പൊന്നനീഷ്, ഒന്ന് നിർത്തുണ്ടോ? ഗുഡ് നൈറ്റ്. ഞാൻ നാളെ വിളിച്ചോളാം. ഇത് അങ്ങനത്തെ ഫോട്ടോ അല്ലെന്ന്, ചൂടിനുള്ള ഫോട്ടോ. എന്റെ പൊന്നനീഷ്, ഒന്ന് പോയേ അവിടുന്ന്. ഞാൻ പിന്നെ വിളിക്കാം. നാളെ ഇതേ സമയത്ത് വിളിച്ചാൽ മതി. ഒരു 9 മണി കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി. അപ്പോഴേ പുള്ളി ഉറങ്ങുള്ളൂ. ഹസ്ബൻഡ് അവൻ ഇപ്പോഴും തിരിഞ്ഞു തന്നെയല്ലേ കിടക്കണത്. എന്തുകൊണ്ടാണ് നിനക്ക് അറിയോടി? അവൻ വന്നിട്ട് 10 മിനിറ്റ് ബാത്റൂമിൽ പോയിട്ടല്ലേ വന്ന് കിടന്നത്. ഇങ്ങനെ തിരിഞ്ഞു കിടക്കുള്ളൂ ലൈഫ് ലോങ്. നിന്റെ വിധി അതാ. അനിഷ, ഗുഡ് നൈറ്റ്, ബൈ. അല്ല പോലെ, ഈ ഡ്രസ്സ് നമ്മളന്ന് വട്ടവട പോയപ്പോ ഇട്ട ഡ്രസ്സല്ലേ? ആണെങ്കിൽ നമ്മൾ പ്രകൃതിയെ മറന്നു നിന്നപ്പോ ഒരു പ്രാവശ്യം കൺട്രോളിൽ എനിക്ക് കറക്റ്റാണ്. ബാക്കിൽ 3 ഹുക്കുള്ള ഒരെണ്ണം പൊട്ടിയ ഒറ്റ പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. പക്ഷെ നല്ല രസമുണ്ട്. ഒരു ഫോട്ടോ അയച്ചു തന്നൂടെ എന്നാല്? എന്താ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്ത അനീഷേ? എടി, നീയൊന്ന് ആലോചിക്കുക. ഞാൻ ശില്പയുടെ കാര്യമൊക്കെ ചുമ്മാ പറഞ്ഞതാണ്, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ദേഷ്യത്തിൽ വന്നതല്ലേ. പാതി സത്യമായിരിക്കും, പക്ഷെ ഫുൾ സത്യമല്ല. എന്താ നിന്റെ പ്രശ്നം അനീഷേ? നീ എനിക്കൊരു ഫോട്ടോ താ. അല്ല വേണ്ട, ഫോട്ടോ അയക്കണ്ട. ഞാൻ നിന്നൊന്ന് തൊട്ടോട്ടെ.
അതിനുള്ള അവകാശം എനിക്കില്ല. ഐ മിസ് യു, സ്റ്റിൽ ഐ മിസ് യു. സത്യം. ഐ മിസ് യു ടു. അപ്പോൾ ഓക്കെ, എന്നാൽ ഗുഡ് നൈറ്റ്. നാളെ കാണാം. സാധനം കിട്ടി. ചേട്ടാ.